മുസ്ലിം സംവരണത്തിൽ നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പ്രസംഗത്തിൽ 2000-ഓളം പരാതികൾ ലഭിച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതാ ഉണർന്നു പ്രവർത്തിച്ചിരിക്കുന്നത്. ഏപ്രിൽ 29-ന് രാവിലെ 11 മണിക്ക് മുൻപ് മോദിയുടെ പ്രസംഗം സംബന്ധിച്ച് വിശദീകരണം നൽകാനാണ് പാർട്ടി അധ്യക്ഷൻ JP നദ്ദയോട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മോദിയുടെ പ്രസംഗത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി ലഭിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ചെറുവിരൽ പോലും അനക്കിയില്ലെന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയാണ് നടപടി. കമ്മീഷൻ എന്തുകൊണ്ടാണ് മോദിക്കെതിരെ നടപടിയെടുക്കാത്തത്? അങ്ങനെ ഒരു ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ രാജസ്ഥാനിൽ നടത്തിയ പ്രസംഗം അതിന് പിറ്റേന്നും മോദി ആവർത്തിച്ചത്. രണ്ടാമത്തെ പ്രസംഗത്തിൽ കൃത്യമായി മോദി തന്റെ മുസ്ലിം വിരുദ്ധത പ്രകടിപ്പിക്കുന്നു. നമ്മൾ അധികാരത്തിൽ വന്നാലേ രാമനവമി ആഘോഷിക്കാനും ഹനുമാൻ ചാലിസ ചൊല്ലാനും പറ്റൂ. നമ്മുടെ സ്ത്രീകളുടെ, ഭാര്യമാരുടെ, പെങ്ങന്മാരുടെ കെട്ടുതാലി വരെ അറുത്തെടുത്ത് അവർ ന്യൂനപക്ഷത്തിന്റെ കയ്യിൽ കൊടുക്കുമെന്നാണ് മോദിയുടെ നാവ് വിഷം ചീറ്റിയത്. ആരാണ് അവർ? മതത്തിന്റെ പേരിൽ ഈ വേർതിരിവ് നല്ലതാണോ? സത്യത്തിൽ രാജസ്ഥാനിലെ ജലോർ, ബൻസ്വാര എന്നിവിടങ്ങളിൽ പ്രധാനമന്ത്രി മോദി നടത്തിയതുപോലൊരു പ്രസംഗം മറ്റൊരു പ്രധാനമന്ത്രിയും ഇതുവരെ രാജ്യചരിത്രത്തിൽ നടത്തിയിട്ടില്ല. രാജസ്ഥാനിൽ BJPയുടെ നില പരുങ്ങലിലാണെന്ന സൂചനകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് മോദിയുടെ ഈ വർഗീയത വിഷം ചീറ്റുന്നത്. രാജസ്ഥാൻ, ഗുജറാത്ത്, UPയിലെ ചില ഭാഗങ്ങളിലെ ക്ഷത്രിയ ഹിന്ദു വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് മോദി ഇത്തരം വിവാദ പ്രസ്താവന നടത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. മുസ്ലിം വിരുദ്ധത പരത്തി വോട്ടുകൾ പെട്ടിയിലാക്കാമെന്നതാണ് മോദിയുടെ തന്ത്രം. ഇത്തരം ഒരു പ്രസംഗം നടത്തിയ മോദിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തൊക്കെ നടപടിയെടുക്കാം? 1951-ലെ ജനപ്രാതിനിധ്യ നിയമത്തിലെ 11-ാം സെക്ഷൻ പ്രകാരം മോദിയെ 6 വർഷത്തേക്ക് വോട്ടവകാശം വിനിയോഗിക്കുന്നതിൽ നിന്ന് പോലും വിലക്കാൻ സാധിക്കും വിധമുള്ള കുറ്റമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പക്ഷെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നടപടികൾ മോദിക്കെതിരെ എടുക്കുമോ? ഇല്ലെന്നുറപ്പിക്കാം. കാരണം ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സാക്ഷാൽ അരുൺ ഗോയൽ രാജിവെച്ച ശേഷം മോദി മുൻകൈയെടുത്ത് സൃഷ്ടിച്ച കമ്മീഷനാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ പോലും മാറ്റി നിർത്തിയാണ് നിലവിലെ കമ്മീഷനെ മോദിയും സംഘവും തിരഞ്ഞെടുത്തത്. സ്വാഭാവികമായും അവർക്ക് കൂറ് മോദിയോടായിരിക്കുമെന്ന് നേരത്തെ ജനാധിപത്യ വിശ്വാസികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കുകുത്തിയാണെന്നവർ ആരോപിച്ചാൽ തെറ്റു പറയാനാകുമോ? തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ നഗ്നമായ ലംഘനമാണ് മോദി നടത്തിയതെന്ന് ഏതൊരു ജനാധിപത്യ വിശ്വാസിക്കും മനസ്സിലാകും. സമുദായങ്ങൾ തമ്മിലുള്ള വൈരം അഥവാ സാമുദായിക സ്പർദ്ധ പരാമർശിക്കുന്ന പ്രസ്താവനകൾ നടത്തരുതെന്ന ചട്ടമാണ് നഗ്നമായി മോദി ലംഘിച്ചിരിക്കുന്നത്. ഹിന്ദുക്കളായ അമ്മ പെങ്ങന്മാരുടെ താലിച്ചരട് അടക്കം മുസ്ലിങ്ങൾ എടുത്തുകൊണ്ടു പോകുന്നുവെന്ന മോദിയുടെ വാക്കുകൾ 2 സമുദായങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ വളർത്തുമെന്നത് അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും ഈസിയായി മനസ്സിലാക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവല്ല, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ജനങ്ങളെ നമ്മളെന്നും അവരെന്നും ജാതിയുടെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നത്. പ്രചാരണത്തിൽ ക്ഷേത്രത്തെയോ ദൈവത്തെയോ ഉപയോഗിക്കരുതെന്ന തെരഞ്ഞെടുപ്പ് ചട്ടവും മോദിയും കൂട്ടരും പലതവണ ലംഘിച്ചു. പലരുടെയും പ്രസംഗത്തിലും രാംലല്ലയും അവിടുത്തെ ചിത്രവും ഒക്കെ മോദിയും അമിത്ഷായും അടക്കം പ്രചാരണത്തിന് ഉപയോഗിച്ചു. ഏതെങ്കിലും ഒരു മതത്തിന്റെയോ വിശ്വാസത്തിന്റെയോ പേരിൽ വോട്ട് തേടുന്നത് നിയമപ്രകാരം കുറ്റകരമാണെന്നിരിക്കെയാണ് BJP നിരന്തരം ഇത് ചെയ്യുന്നത്. ഇത് ചോദ്യം ചെയ്യാനോ താക്കീത് നൽകാനോ എന്തിനേറെ ഒരു നോട്ടീസ് അയക്കാനോ പോലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ തയ്യാറായിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഹിന്ദുവെന്നും മുസ്ലിമെന്നും പ്രയോഗിച്ചതിന് മഹാരാഷ്ട്രയിലെ ശിവസേന നേതാവ് ബാൽ താക്കറെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് വിലക്കിയിരുന്നു. ഇതേ നടപടി എന്തുകൊണ്ട് മോദിക്കെതിരെ എടുക്കുന്നില്ല എന്നതാണ് ചോദ്യം. ഇത് ജനാധിപത്യത്തിനേറ്റ ഏറ്റവും വലിയ കളങ്കമാണ്. സ്വതന്ത്ര ഏജൻസിയായ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദി സർക്കാരിന്റെ ചട്ടുകം പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് ഈ രീതികൾ.